അധിക നേരം കുറച്ച് സമയത്തിനുള്ളിൽ കയറാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന രീതിയിലും ആരിഫ് മുഹമ്മദ് ഖാനെ വാഴാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാർ. ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്ന് ആരോപിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സർക്കാരിന്റെ കത്ത്. ശീതസമരത്തിന് കാരണമായ ചാൻസലർ പദവിയിലിരുന്ന് ഗവർണർ നടത്തിയ നിയമനങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന് SFI. കാലിക്കറ്റ് സർവകലാശാല ഇന്ന് കണ്ടത് അതാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ സംഘ് പരിവാർ നോമിനികളായതിനാൽ സർവകലാശാലയിൽ കയറ്റാതെ തടഞ്ഞു. ചാൻസലർ പദവിയിൽ നിന്ന് മാറാൻ കൂട്ടാക്കാതെ പാർട്ടിക്കാർക്കായി സർക്കാരും VC-മാരും നൽകുന്ന പട്ടിക തള്ളി ഗവർണർ സർക്കാരുമായി നടത്തുന്ന തുറന്ന പോര് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഉയർത്തുന്ന ചോദ്യം, ഗവർണർ നടത്തുന്ന നിയമനങ്ങളിൽ കാവിയോ മെറിറ്റോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. Look, now you are raising the right kind of thing. Despite the judgment of the Honorable Supreme Court, they are not going to give up interfering in the affairs of the university. And I will make it sure that they do not succeed in their design. Their whole thing is, Kerala is already according to them, not according to me. Their affidavit says that Kerala is not even in a position to honor the financial guarantees which the state government has given, which means clear-cut acknowledgement that Kerala is under financial emergency. You are not able to perform your constitutional responsibilities. And then they are doing all this because I now feel that they have a design that they are trying to create a situation where some drastic action is taken. I am not going to oblige them. ശക്തമാക്കുകയാണ്. ഒരു കാരണവശാലും സർക്കാരുമായി സമവായത്തിനില്ല എന്ന രീതിയിലാണ് ഗവർണറുടെ പ്രതികരണം. അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. ഇനി 28-ാം തീയതിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തിരികെ കേരളത്തിലേക്ക് എത്തുക. ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഗവർണർ നടത്തുന്ന നിയമനങ്ങളിൽ കാവിയോ മെറിറ്റോ എന്ന വിഷയമാണ്. SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PH ഹസൻ മുബാരക്, സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി പ്രൊഫസർ RS ശശികുമാർ, വലത് നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ RS ശശികുമാർ, ഗവർണർ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. എന്തായാലും ഇന്ന് കാലിക്കറ്റ് സർവകലാശാല കണ്ടത് ഗവർണർ അടുത്തിടെ നടത്തിയ നോമിനേഷനുകൾ സെനറ്റിലേക്ക് 18 അംഗങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ നോമിനേഷനുകളിൽ 9 പേർ സംഘ് പരിവാർ അനുകൂലികളാണെന്ന് SFI ആരോപിക്കുകയാണ്. അതിനാൽ അവരെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലയിൽ ഇന്ന് വലിയ പ്രതിഷേധമാണ് നടന്നത്. അവരെ കയറ്റുകയും ചെയ്തില്ല. അപ്പോൾ ഗവർണർ നടത്തുന്നതാണോ തെറ്റായ നടപടികൾ? കാവ്യവൽക്കരണം നടത്തുകയാണോ? ഈ 9 പേർ യഥാർത്ഥത്തിൽ സംഘ് പരിവാർ അനുകൂലികളും BJP നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ നിയമനം നടത്തിയവരുമാണോ? അല്ല, ഞാൻ ഈ കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ സംഘപരിവാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. BJPയും കോൺഗ്രസും CPM-ഉം പോലെയുള്ള ഒരു സംഘടന തന്നെയാണ് BJPയും. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. എനിക്ക് അക്കാര്യത്തിൽ നോ പ്രയത്നമില്ല. പക്ഷേ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരണവും പാടില്ല, ചുവപ്പുവൽക്കരണവും പാടില്ല, ത്രിവർണ പതാകയും പാടില്ല നോമിനേഷനിൽ. അത് ത്രിവർണവും പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം സർവകലാശാലകളുടെ നിയമനങ്ങൾ
അത് അക്കാഡമിക് കൗൺസിലാകട്ടെ, സെനറ്റ് ആകട്ടെ, സിൻഡിക്കാകട്ടെ, എന്തിനേറെ പറയുന്നു വൈസ് ചാൻസലർ ഉൾപ്പെടെ പ്യുവർ മെരിറ്റ് ആണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഉച്ചസ്ഥയിലും മുൻപ് അങ്ങനെ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ മുഴുവനും ചുവപ്പുവൽക്കരിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് UDF ഭരിക്കുന്ന കാലത്ത് പോലും ഞാനിവിടെ മനസ്സിലാക്കുന്നത് UDF CPMന് അപ്രമാദിത്തമായൊരു സ്ഥാനം നമ്മുടെ സർവകലാശാലകളുണ്ട്. ഇന്നെന്തായി? പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെട്ടു, ചുവപ്പുവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ ചുവപ്പുവൽക്കരിച്ച് പാർട്ടിയിലെ ഒരു പോഷക സംഘടന പോലെ സർവകലാശാലകളെ ആക്കി മാറ്റിയത് CPM ആണ്. പറയാതിരിക്കാനൊക്കത്തില്ല. കാരണം സർവകലാശാല നടക്കുന്ന എന്താ? പാർട്ടി തീരുമാനം. പാർട്ടി എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു. അവിടെയുള്ള മറ്റ് സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളുമായിട്ട് യോജിച്ച് ഒരു സമവായത്തിലെത്തുമായിരുന്നു. ഇപ്പോൾ സമവായമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കാലിക്കറ്റാണ്. ഞാൻ ഇന്ന് കാലിക്കറ്റ് കുറിച്ച് തന്നെ പ്രത്യേകിച്ച് പറയാം. കാരണം കാലിക്കറ്റിൽ ഞാൻ ഷോക്കായി പോയി. കഴിഞ്ഞ 10-12 വർഷമായിട്ട് 2012 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രസ്സിലെ കുറേ ജീവനക്കാരെ ഒരു ദിവസം പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് അവിടെ 100ഓളം പേരെ പുറത്ത് നിന്ന് അസിസ്റ്റന്റുമാരെ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവർ മുൻകൈ എടുത്താണ് ആ ഉത്തരവ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ 100 പേരെ പിൻവാതിലൂടെ എടുക്കാൻ സമ്മതിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാം. എന്തൊരു ദാഷ്ട്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത് ഇപ്പോൾ കാവ്യോ മെറിറ്റോ, ഏതാണ് കാവ്യാണോ മെറിറ്റാണോ ഗവർണർ മാനദണ്ഡമാക്കുന്നത് എന്നതിൽ ഈ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ 18 സെനറ്റ് അംഗങ്ങളുടെ നിയമനം. 2, കേരള സർവകലാശാലയിലെ 17 സെനറ്റ് അംഗങ്ങളുടെ നിയമനം. എൻ്റെ 2 ലിസ്റ്റും ഇരിപ്പുണ്ട്. അതിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ ഗവർണർ അപ്പോയിന്റ് ചെയ്ത 18 പേർ അല്ലേ? ഗവർണർക്കാണല്ലോ അവിടെ, ഗവർണർക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചാൻസലർ എന്ന രീതിയിൽ ഗവർണർക്കുള്ള വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ 18 അംഗങ്ങളുടെ നിയമനം, അതിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ 18 പേരെയും നിയമിച്ചിരിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ കോൺഗ്രസ്സുകാരെയും UDFകാരെയും എടുത്തിട്ടുണ്ട്, അവർ ആ സ്ഥാനം വേണ്ടെന്ന് വെക്കുമോ എന്ന്. അപ്പോൾ എവിടെയാണ്, ഏത് പട്ടികയാണ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഗവർണർ ഈ പട്ടിക, ഇങ്ങനെ ഒരു പട്ടിക പ്രകാരം നിയമനം നടത്തിയിരിക്കുന്നത്? ഇത് തുടങ്ങിയത് കഴിഞ്ഞ തവണയാണ്. ജസ്റ്റിസ് സദാശിവം ചാൻസലർ ആയിരിക്കുമ്പോൾ, ഇവിടെ ഗവർണർ ആയിരിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ CPM അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് 2-3 പേരെ ഇവിടെ നിയമിച്ചു. അത് BJPക്കാരായിരുന്നു, RSSകാർ എന്നാണ് പറയുന്നത്. അവരെ നിയമിച്ചപ്പോൾ ഈ CPMനോ ഗവൺമെന്റിനോ യാതൊരു തർക്കമില്ല. ഞങ്ങൾ നോക്കിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടു, ശരിയാണ്, ഗവർണർ നിയമിച്ചതാണ്, അത് നിയമിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അന്ന് അതിനെ ചിന്തയോട് ചേർത്തില്ല. ഗവർണർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ വൈസ് ചാൻസലർ കൊടുക്കുന്ന ലിസ്റ്റിൽ മാത്രമേ നിയമിക്കാവുള്ളൂ എന്ന് അന്ന് അഭിപ്രായം വന്നില്ല. അന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഗവർണർ തന്നെ ഇന്നിരിക്കുന്ന കാലിക്കറ്റിലെ VC ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചത് ഗവൺമെന്റ് കൊടുത്ത പാനൽ, ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ചാണ് നിയമിച്ചത്. CPMകാരനാണ് അദ്ദേഹം. CPM അപ്പൊ ഗവർണർ നടത്തുന്ന ചില നിയമനങ്ങൾ കൊള്ളാം, ചിലത് കൊള്ളില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൂടുതലും സംഘപരിവാർ BJP കൊടുത്ത ലിസ്റ്റിലുള്ളവരാണ്. ഗവർണർക്ക് ശരിയാണ്, ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്, ഇത് ചാൻസലറുടെ അധികാരമാണ്. പക്ഷേ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു, ഈ പറഞ്ഞ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു, അതേപോലെ തന്നെ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ BJPക്കാർ ഒരു ലിസ്റ്റ് കൊടുത്തു, അതേ BJPക്കാരുടെ ലിസ്റ്റിലുള്ളവരെടുത്തു. ഈ എടുത്തവരൊക്കെ മെറിറ്റുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സ്വാഗതം ചെയ്യണം. അതിനകത്ത് കാവ്യെന്നോ ചുവപ്പൊന്നോ നോക്കാൻ പാടില്ല, ചുവപ്പിനും മിടുക്കന്മാരുണ്ട്. ഇപ്പോൾ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഞാനിന്ന് മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം നമ്മുടെ ബാലൻ അന്ധനായ പത്മശ്രീ കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തെ ഓതറായിട്ട് എടുത്താൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പക്ഷേ അദ്ദേഹത്തെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ കയറാൻ അനുവദിച്ചില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹത്തെ കയറാൻ SFI അനുവദിച്ചിട്ടില്ല. അതാണ് മഞ്ജുഷേ, ആ ഭാഗമാണ് തെറ്റ്. മഞ്ജുഷേ, ഗവർണർ എടുത്ത നിലപാടിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അതിനകത്ത് വളരെ മന്ത്രി കൊടുത്ത ലിസ്റ്റ് മുഴുവൻ കുറെ അധ്യാപകർ KSTയിലെയും അവരുടെ CPM സംഘടനയിലെയും അതുപോലെ തന്നെ കൈരളി ചാനലിലെയും ഒക്കെ ആളുകളുടെ പേര് കൊടുത്തു. തിരിച്ച് മറ്റൊരു ജന്മഭൂമി ഉൾപ്പെടെയുള്ള പേര് കൊടുത്തു. അപ്പോൾ ഗവർണർ മന്ത്രി കൊടുത്ത ലിസ്റ്റ് എടുത്താൽ മന്ത്രിക്ക് ലിസ്റ്റ് കൊടുക്കാൻ എന്താ അധികാരം? അതായത് ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അല്ലെ, കാലിക്കറ്റ് സർവകലാശാലയിൽ 18 പേരിൽ ജേർണലിസ്റ്റ് എന്ന വിഭാഗത്തിൽ നിന്ന്
ഗവർണർ നിയമിച്ചിരിക്കുന്നത് അനുരാജ് AK എന്നുള്ള ആളെയാണ്, ഡയറക്ടർ ഓഫ് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ അവിടെ കൊടുത്തിരുന്നത് കൈരളി ചാനലിലെ PV കുട്ടന്റെ പേരായിരുന്നു അല്ലെ? അത് ഗവർണർ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ കേരള സർവകലാശാലയിലും ഇതേ കാറ്റഗറിയിൽ കൊടുത്ത പേര് തള്ളിക്കളഞ്ഞു ഗവർണർ. അപ്പൊ കുട്ടന്റെ പേര് തള്ളിക്കളഞ്ഞു. ഇവിടെ ചന്ദ്രശേഖരന്റെയും ദേശാമല പരമേശ്വരന്റെ പേര് കൊടുത്തു, തള്ളി. പക്ഷെ ഞാൻ പറയുന്നത് ഗവർണർ കൊടുത്ത ലിസ്റ്റ് മാറ്റിയിട്ട് CPM മന്ത്രി കൊടുത്ത ലിസ്റ്റ് കൊടുത്താൽ ഒരു കാലിലെ മന്തെടുത്ത് മറ്റൊരു കാലിലെ മന്ത്രി വെച്ചെന്നേ ഉള്ളൂ. രണ്ടും തെറ്റാ. ക്വാളിറ്റി ഉള്ളവർ CPM-ലാവട്ടെ, കാവിയിലാവട്ടെ, തുറവണ്ണത്തിലാവട്ടെ, ആവരെ വരട്ടെ. അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരെ നിയമിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം, ഇത്രയും ഇനി ഇവരെ കാലിക്കറ്റ് സർവകലാശാല നിയമനത്തിനെതിരെ കോടതിയിൽ പോയല്ലോ, കോടതി അംഗീകാരം കൊടുത്തില്ലല്ലോ, കോടതി സ്റ്റേ കൊടുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവര് സിൻഡിക്കേറ്റ് സെന്റ് ജോർജിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരെ തടഞ്ഞ തെറ്റ് ഗുണ്ടായിസമാണ്. ചാൻസലർ നിയമിച്ചവരെയാണ് നിങ്ങൾ ഇന്ന് തടഞ്ഞത്. അതിൽ പറയുന്ന ബാലൻ പുതേരി എന്നയാൾക്ക് പത്മശ്രീ കിട്ടിയതാണ്. അദ്ദേഹത്തെ ഓദർ എന്ന നിലയിൽ ആണ് അവിടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്ന 9 പേർ അല്ലെ? 9 പേരാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ളവരാണ് എന്ന്. അവരെ മാറ്റിയിട്ട് നിങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്ന് ആളുകളെ നിയമിക്കണം. അതായത് ഈ CPM-നോട് അനുഭാവമുള്ള ആളുകളെ നിയമിക്കണം, അതല്ലേ? അല്ല, അതുമായി ബന്ധപ്പെട്ട് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരിടതുപക്ഷ വിരുദ്ധത മാത്രം മസ്തിഷ്കത്തിൽ പിടിച്ച ചില ആളുകൾ വന്നിരുന്ന് എന്തും അങ്ങ് വിളിച്ചു പറയുന്ന ഒരു രീതി അത് ശരിയായിട്ടുള്ളതല്ല. ഞങ്ങളിവിടെ വ്യക്തമായി ഞങ്ങളുടെ സമരം ആരംഭിച്ച ഘട്ടം മുതൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സമരം ആരംഭിച്ച ഘട്ടത്തിൽ ഇവിടെ പ്രൈം ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് മെറിറ്റോ കാവിയോ എന്നുള്ളതാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള ചാൻസലർ കൊടുത്ത ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന സെനറ്റ് അംഗങ്ങൾ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതെന്തേ പറയാൻ വേണ്ടി തയ്യാറാവാത്തത്? എന്തേ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ബഹുമാന്യ വ്യക്തിക്ക് ഇവിടെ ചാൻസലർ കൊടുത്ത ലിസ്റ്റ് മെറിറ്റാണോ അല്ലയോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? അത് മെറിറ്റിലല്ല എടുത്തിരിക്കുന്നത് ആദ്യം പറയണ്ടേ? അത് ആദ്യം പറയാൻ വേണ്ടി തയ്യാറാകണമല്ലോ. നിങ്ങൾ തടഞ്ഞ 5 പേരെ ഇന്ന് തടഞ്ഞത് 5 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണോ? ബാക്കി 4 അല്ല, അത് അങ്ങനെ 5ഉം 6ന്റെ എണ്ണക്കണക്കല്ല. ഞങ്ങൾ തടയുന്നത് നിലവിൽ വൈസ് ചാൻസലർമാർ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് വരാത്തതിൻ്റെ, അല്ലെങ്കിൽ AKG സെൻറ്ററിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തത് വരാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വൈസ് ചാൻസലർമാർ, കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർമാർ ചാൻസലർക്ക് മുഖാന്തരം കൊടുത്ത മെറിറ്റ് പട്ടികയിലുള്ള കുട്ടികളും മറ്റു മണ്ഡലത്തിലുള്ള ആളുകളും ഇവരെയൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വേണമെങ്കിൽ ലിസ്റ്റ് വായിക്കാം. ഞങ്ങളങ്ങനെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളല്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായി ഹ്യൂമാനിറ്റീസ്, ഫൈനാൻസ്, സയൻസ്, അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ നിന്നാണ് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യേണ്ടത്. വൈസ് ചാൻസലർമാർ കൊടുത്ത ലിസ്റ്റ് എന്താ? വൈസ് ചാൻസലർമാർ കൊടുത്ത ലിസ്റ്റിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് VC നോമിനേറ്റ് ചെയ്ത 4 വിദ്യാർത്ഥികളിൽ അരുണിമ അശോക് BA മ്യൂസിക് 1ാം റാങ്ക് വിദ്യാർത്ഥിനിയാണ്, നിലവിൽ MA വിദ്യാർത്ഥിനിയാണ്. രണ്ടാമത്തേത് ഭാഗ്യ സന്തോഷ് BA വേദാന്തം 1ാം റാങ്കുകാരിയാണ്, നിലവിൽ MA വിദ്യാർത്ഥിനിയാണ്. പല്ലവി കൃഷ്ണ BA വീണ 1ാം റാങ്കാണ്, നിലവിൽ 1ാം വിദ്യാർത്ഥിനിയാണ്. സ്വാതി ലക്ഷ്മി BSW 1ാം റാങ്കുകാരിയാണ് യൂണിവേഴ്സിറ്റിയിൽ, നിലവിൽ MSW വിദ്യാർത്ഥിനിയാണ്. ഇനി ഫൈൻ ആർട്സ് വിഭാഗം എടുക്കാം. 1ാമത്തെ പേര് നന്ദകിഷോർ, കലാപ്രതിഭയാണ്, മാർ ഇവാനിയസ് കോളേജിലെ. സയൻസ് വിഭാഗത്തിൽ നോമിനേറ്റ് ചെയ്ത 2 കുട്ടികൾ, S അഭിരാമി BSc കമ്പ്യൂട്ടർ സയൻസ് 1ാം റാങ്കുകാരിയാണ്, നിലവിൽ MS കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ്. കാവ്യ TS BSc മാത്തമാറ്റിക്സ് 1ാം റാങ്കുകാരിയാണ്, നിലവിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിനിയാണ്. ഇനി കായിക വിഭാഗത്തിൽ നിന്നും അവന്ത് സെൻ വെങ്കല മെഡൽ ജേതാവാണ്. ഇനി ഞങ്ങൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ബഹുമാന്യനായിട്ടുള്ള ചാൻസലർ VC കൊടുത്ത ഈ ലിസ്റ്റിനെ വെട്ടി നിരത്തി പന്തളം NSS കോളേജിലെ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു റാങ്കുമില്ലാത്ത, മാർക്ക് പോലും വരാത്ത, എക്സാം റിസൾട്ട് വരാത്ത പന്തളം NSS കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ തിരുകി കയറ്റിയത് അതോടൊപ്പം എല്ലാ മണ്ഡലത്തിലും ഇതേപോലെ. സ്പോർട്സിലാണോ? അതെ, സ്പോർട്സുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് സ്പോർട്സിൽ മാർക്കിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, സ്പോർട്സിലല്ല, സ്പോർട്സിൽ അല്ല, ഞങ്ങൾ പറയാം, ഓരോ ആളുകളെ പറയാം. ചാൻസലർ കൊടുത്ത ലിസ്റ്റ് പറയാം. സയൻസ് മേഖലയിൽ കൊടുത്തിരിക്കുന്നത് പരീക്ഷകളിൽ BC ഗ്രേഡ് കിട്ടിയ കുട്ടികളെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ് ആയി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പേര് കൃത്യമായിട്ട് സയൻസിൽ ക്രൈസ്റ്റ് നഗർ കോളേജ് തിരുവനന്തപുരം. ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊടുത്തിരിക്കുന്നത് പരീക്ഷാ ഫലം പോലും വന്നിട്ടില്ല.
ഇതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത് പറയാൻ ഒരു ആർജവം കാണിക്കണ്ടേ? ഇനി ഞങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ് വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ AKG സെൻറ്ററിൽ നിന്നും SFI കൊടുക്കുന്ന ലിസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ പറയുന്ന ഈ ആളുകൾക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണ്ടേ? ഫൈൻ ആർട്സ് മേഖലയിൽ കലാപ്രതിഭ പട്ടം കിട്ടിയ കുട്ടിയെ അവഗണിച്ചിട്ട് കേരള നടനം പരിപാടിയിൽ ഏതോ ഒരു സ്റ്റേജിൽ പങ്കെടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് മേഖലയിൽ വിദ്യാർത്ഥി ഓരോരുത്തരും നോക്കുമ്പോൾ ഈ ബാലൻ പുത്തേരിക്കുള്ള അയോഗ്യത എന്താണ് കാലിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു സംഘപരിവാറിന്റെ ലിസ്റ്റ് അങ്ങ് കൊടുത്തയച്ച് ബാലൻ പുത്തേരിയെ മാത്രം നിർത്തി ബാക്കിയുള്ള ആളുകളെ പുറത്തു നിർത്തണമെന്നല്ല. ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പ്രശ്നമല്ല. ഇത്തരത്തിൽ വൈസ് ചാൻസലർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി യൂണിവേഴ്സിറ്റിയിൽ പരിശോധന നടത്തി. ഗവർണർക്ക് എന്തറിയാം? ചാൻസലർക്ക് എന്തറിയാം? അല്ല, ബാലൻ പുത്തേരിയുടെ കാര്യത്തിൽ വരുമ്പോൾ അതിലൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണ്. അവിടെയാണ് ഏറ്റവും വലിയ വിഷയം നിലനിൽക്കുന്നത്. നമ്മളൊരു നയം, ആ നയത്തിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭിന്നശേഷിയും കാഴ്ചപരിമിതിയും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഇതിനെ ദുർബലപ്പെടുത്തുന്നത് ശരിയല്ല. ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ തടഞ്ഞത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ്? സംഘപരിവാറിന്റെ ഒരു അനുഭാവിയായതുകൊണ്ടാണ്. ഞങ്ങൾ സമരം ആരംഭിക്കോ പറഞ്ഞത് വൈസ് ചാൻസലറുടെ പട്ടിക തള്ളി അനധികൃതമായി ചാൻസലർ കൊടുത്ത മുഴുവൻ ആളുകളെയും തടയുമെന്നുള്ള ഈ ബാലൻ പുത്തേരിയുടെ കാര്യം തന്നെ. അപ്പോൾ അവിടെ ഓദർ എന്ന രീതിയിൽ അനർഹനായ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണല്ലോ സ്വാഭാവികമായിട്ട്. അതല്ലേ വളരെ വ്യക്തമായി സൂചിപ്പിച്ചത്. വൈസ് ചാൻസലർ കാലം ഇത്രയായി വൈസ് ചാൻസലർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരി എല്ലാ മേഖലയും പരിശോധിച്ചുകൊണ്ട് കൊടുക്കുന്ന ലിസ്റ്റ് ഇത്രയും നാൾ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളെയും വെട്ടിനിരത്തിയൊന്ന് ചർച്ച പോലും ചെയ്യാതെ ചാൻസലർക്ക് ഇഷ്ടമുള്ളതുപോലെ നിയമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. അതിൽ ബാലൻ പുത്തേരിയെ അങ്ങ് കയറ്റി നിർത്താം, ബാക്കിയുള്ളവരെ മാറ്റി നിർത്താം എന്നുള്ളതല്ല. കായിക പ്രതിഭകളും കലാപ്രതിഭകളും മിടുക്കന്മാരും കഴിവുള്ളവരും ഒക്കെ രംഗത്ത് വരട്ടെ. ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഓരോ കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങളുടെയും രണ്ടുപേരുണ്ടല്ലോ അല്ലേ? അല്ല, ഞങ്ങളുടെയും രണ്ടുപേരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളുണ്ട് അല്ല, അതുമായി ലീഗിന്റെ ആളുകളും ഉണ്ട്. അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ. സംഘപരിവാറുകാരെ മാത്രം മാറ്റി നിർത്തണം, കോൺഗ്രസിന്റെയും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സംഘപരിവാർ നിർദ്ദേശപ്രകാരം ചാൻസലർ കൊടുത്ത ലിസ്റ്റിൽ മാനാഭിമാനമുണ്ടെങ്കിൽ UDFന്റെ പ്രതിനിധികളോട് രാജിവെക്കാൻ ഈ സംഘടന കേരളത്തിന്റെ ജനാധിപത്യവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകർക്കാൻ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പല ചാൻസലർമാരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. ചാൻസലറുടെ ലിസ്റ്റിൽ ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഉണ്ടായിരുന്നില്ലേ? എല്ലാം CPM കാരായിരുന്നു. അല്ല, അങ്ങനെയല്ലോ. വൈസ് ചാൻസലർ എടുത്ത പട്ടിക പരിശോധിക്കും. എനിക്ക് എന്റെ ഇല്ല. മാധ്യമപ്രവർത്തകരുടെ പണിയാണല്ലോ. അല്ല, കാലിക്കറ്റ് സർവകലാശാലയിൽ എന്റെ ഇല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ എന്റെ ഇല്ല. കൊടുത്ത പട്ടിക പുറത്ത് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് എനിക്കറിയില്ല. അല്ല, സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റ് അടക്കമുള്ള ആളുകളും അതുമായി ബന്ധപ്പെട്ട വിവരാവകാശവും അംഗീകരിച്ച പട്ടികയെ കാലിക്കറ്റ് സർവകലാശാലയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിലുള്ളൂ, വരികയുള്ളൂ. ബാക്കിയെല്ലാം രഹസ്യമായ ലിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും രഹസ്യമൊന്നുമില്ല. സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ലിസ്റ്റ് അതേപടി കേരള സർവകലാശാല VC ഫോർവേഡ് ചെയ്യുകയായിരുന്നു എന്നാര് പറഞ്ഞു? ചാൻസലർക്ക്. ആര് പറഞ്ഞു? അല്ല, ശ്രീകുമാർ അല്ല, RS ശശികുമാറിന് അത് സംശയമില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് ചാൻസലർക്ക് എല്ലാവർക്കും കത്ത് കൊടുക്കാം? അതറിയില്ലേ? RS ശശികുമാറിന് അതറിയില്ലേ? ചാൻസലർക്ക് സെനറ്റിലേക്ക് നിയമിക്കാൻ ആർക്കും കൊടുക്കാം, മഞ്ജുഷിനും സാറിനും കൊടുക്കാം, എനിക്കും കൊടുക്കാം. ഞങ്ങളെ പരിഗണിക്കണം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കൊടുക്കാൻ കഴിയുന്ന ഒരു പൗരനല്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പ്രോ ചാൻസലറായി, ഗവർണറെ ചാൻസലറായി നിയമസഭയാണ് അംഗീകരിച്ചിരിക്കുന്നത്. പ്രോ ചാൻസലറായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാ തീരുമാനിച്ചിരിക്കുന്നത്? VC നിയമിക്കാനായിട്ട് പട്ടിക കൊടുത്തിട്ട് സുപ്രീം കോടതി എടുത്ത് ദൂരെ കളഞ്ഞതാണ്. അല്ല, സുപ്രീം കോടതി ഗവർണറെ എടുത്ത് പുറത്ത് കറയാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. സുപ്രീം കോടതി കേരള ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി വെച്ചല്ലോ ഗവർണറുടെ ലിസ്റ്റ്. ഉന്നത വിദ്യാഭ്യാസ സുപ്രീം കോടതിയിൽ ഒരു പ്രിയ വർഗീസിന്റെ പേരും പറഞ്ഞു ചെന്നപ്പോ മടക്കി ചുരുട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞല്ലോ സുപ്രീം കോടതി. അത് ഈ കേരളത്തിലാ. എന്താ അത് പറയാൻ കഴിയാത്തത്? ഉന്നത വിദ്യാഭ്യാസ അത് പറയാൻ കഴിയാത്തത്? ഉന്നത വിദ്യാഭ്യാസ നൽകിയ ലിസ്റ്റ് അത് പറ. കേരളത്തിന്റെ ചാൻസലർ ഗവർണർ കേരള ഹൈക്കോടതി അല്ലേ ചുരുട്ടിക്കൂട്ടി കളഞ്ഞത്? സുപ്രീം കോടതി ഉണ്ടല്ലോ. സുപ്രീം കോടതി ഉണ്ട്. അത് പറ. അങ്ങനെ പറയണം. അങ്ങനെ ഏകപക്ഷീയമായി പറയല്ലേ? ഒരു പ്രിയ വർഗീസിനെയും പൊക്കി പിടിച്ച് നടന്നില്ലേ ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം? സുപ്രീം കോടതി ചുരുട്ടിക്കൂട്ടി കളഞ്ഞില്ലേ? അത് പറ. സുപ്രീം കോടതി അല്ല കളഞ്ഞത്. സുപ്രീം കോടതി തന്നെയാണ് കളഞ്ഞത്. ഹൈക്കോടതി
അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോയില്ലേ പ്രിയ വർഗീസിന്റെ കേസ്? സുപ്രീം കോടതിയാണല്ലോ അന്തിമ വിധി പറഞ്ഞത്. ഹൈക്കോടതിയാണ് അന്തിമ വിധി പറഞ്ഞത്. പ്രിയ വർഗീസിന്റെ കേസിൽ ഹൈക്കോടതിയാണ് അന്തിമ വിധി പോയിട്ടേക്കും. അല്ല, ആ വിഷയം പോട്ടെ. അതല്ല, ഈ വിഷയം പറയുമ്പോൾ എല്ലാം ചേർത്ത് പറയണം. അല്ല, അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേരള സർവകലാശാല VC കൊടുത്ത പട്ടിക എന്ന് പറയുന്നത് കേരള സർവകലാശാല VC ആണോ അതോ കാലിക്കറ്റ് സർവകലാശാല VC ആണോ? എന്തായാലും ഒരു പട്ടിക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയത് അതേപടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയല്ലായിരുന്നോ ശ്രീ R ശശികുമാർ? എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താൻ കേട്ടോ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ലല്ല, ഞാൻ പറയാം. ചോദിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണോ? യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിയോട് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത ലിസ്റ്റാണോ എന്ന് എങ്ങനെ ചോദിക്കാൻ വേണ്ടി കഴിയും? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട VC ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് ചോദിക്കും. അല്ലാതെ R ശശികുമാറുമായി ബന്ധപ്പെട്ട് R ശശികുമാറിന് എങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റും? R ശശികുമാർ പറയുന്നത് എങ്ങനെ കേരളം അംഗീകരിക്കും? ഇടതുപക്ഷ രാഷ്ട്രീയ തിമിരം ബാധിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഒരു ഭാരവാഹിയോട് ചോദിച്ചാൽ അയാളുടെ മറുപടി എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഹസൻ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു അത് ചുവപ്പുവൽക്കരണമായാലും കാവ്യവൽക്കരണമായാലും മെറിറ്റ് ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നമില്ലാന്ന്. രണ്ടുപേരെയും എതിർത്തും അനുകൂലിച്ചും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഈ സംഘപരിവാർ ആളുകളെ അവിടെ നിയമിച്ചതിൽ അദ്ദേഹം അനുകൂലിക്കുന്നില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ സേവ് യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഒരു ഖാദർ മങ്ങാടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് പ്രസിഡന്റായി ജയിച്ചു എന്നുള്ള ഒരു യോഗ്യതയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന കാലഘട്ടം ഈ കേരളത്തിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരായിട്ടുള്ള ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള നിരവധി യൂണിവേഴ്സിറ്റികളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റുകളും 10-30 പ്രബന്ധങ്ങളും വെച്ച പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അത് നിയമിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ. CPM വന്നത് മുതൽ ചോദിച്ചോട്ടെ ഹസൻ ശശികുമാർ സാർ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. അതിപ്പോ ഈ പറഞ്ഞ അതിന് രാഷ്ട്രീയ അന്ധത ബാധിച്ച് ഇടതുപക്ഷത്തിന് അല്ല, അങ്ങനെയാണല്ലോ. ഇടതുപക്ഷ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു സംഘടനയുടെ പേരാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം. അതിന്റെ ഭാരവാഹി പറയുന്നതിന് ചർച്ച ചെയ്യേണ്ടത് ജനാധിപത്യപരമായി ചിന്തിക്കൂ. ജനാധിപത്യപരമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ സമരം നടക്കുന്നത്. ഗവർണർ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ വാസ്തവത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ള ചാൻസലർ എന്ന നിലയിൽ വിദ്യാർത്ഥിയുടെ കാര്യം എന്റെ സുഹൃത്ത് പറഞ്ഞു, ശരിയാണ്. അവർ മെറിറ്റ് അല്ലെങ്കിൽ പുറത്തു പോകണം. കാരണം ഇപ്പൊ കോടതി സ്റ്റേ ചെയ്തേക്കാണ്. കോടതിക്ക് പ്രഥമദൃഷ്ട്യ ആ 4 നോമിനേഷനിൽ ക്രമക്കേടുണ്ടെന്ന് തോന്നി. അവർ ക്വാളിഫൈഡ് അല്ല സംശയം തോന്നിയോട് 4 സ്റ്റേ ചെയ്തു. ശരിയാണ്, പുറത്തു പോകട്ടെ. നമുക്കെന്താ പരാതി? ഗവർണർ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്തതാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് മെറിറ്റ് ഉള്ളവർ ആരായാലും, അത് ചുവപ്പായാലും വെള്ളയായാലും കാവ്യായാലും എടുക്കണം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ എന്നോട് മഞ്ജുഷ് ചോദിച്ചു, മന്ത്രി ലിസ്റ്റ് കൊടുത്ത മന്ത്രി ലിസ്റ്റ് കൊടുത്തു. മന്ത്രി കൊടുത്ത ലിസ്റ്റ് അതേപടി VC ഗവർണർക്ക് കൈമാറി. മന്ത്രിക്ക് എന്ത് അവകാശം? പിന്നെ റബ്ബർ സ്റ്റാമ്പായ ഒരു വൈസ് ചാൻസലർ ബഹുമാന്യനായിട്ടുള്ള അവതാരകൻ പരിഗണിക്കണമെന്ന് പറഞ്ഞ ഏത് സംഘടനക്കും ഏത് വ്യക്തിക്കും കൊടുക്കാം. ബഹുമാന്യനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ല കൊടുക്കാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല, അത് ഗവർണറുടെ വിവേചനാധികാരമാണ് സാർ. അങ്ങനെ ഗവർണറുടെ വിവേചനാധികാരം ക്ഷമിക്കണം, ചാൻസലറുടെ വിവേചനാധികാരമാണ്. ഗവർണർ എന്ന രീതിയിലല്ല, ചാൻസലർ എന്ന രീതിയിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ശശികുമാർ സാർ, ശ്രീ ഷാബു പ്രസാദ് കാലിക്കറ്റ് സർവകലാശാലയെ കാവ്യവൽക്കരിക്കുകയാണ്. ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർവകലാശാലയിൽ അതിനുമുപരിയായിട്ട് കൂടുതൽ നിയമനങ്ങൾ നടന്നത് കേരള സർവകലാശാലയിലാണ്. ഇതാണ് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും SFIയുടെയും ആരോപണം. അതിനെതിരെയുള്ള സമരമാണ്. ഒരൊറ്റ ആളുകളെ പോലും, ഈ സംഘപരിവാർ ബന്ധമുള്ള ഒരാളെ പോലും സർവകലാശാലകളിൽ കയറ്റില്ല എന്നാണ് ഇന്ന് കണ്ടല്ലോ കാലിക്കറ്റ് സർവകലാശാലയിൽ. മഞ്ജുഷേ, ഞാനിവിടെ ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. SFIയുടെ പ്രതിനിധി ശ്രീ ഹസൻ മുബാറക്കിൻ്റെ പരാതിയും അവരുടെ എല്ലാ SFI എന്ന സംഘടനയുടെ നിലപാടും CPM-ൻ്റെ ഒക്കെ അവരുടെ നിലപാട് പറയുന്നത് സർക്കാർ കൊടുത്ത VC കൊടുത്ത ലിസ്റ്റ് തള്ളിക്കൊണ്ട് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നിയമനങ്ങളെ അവർ അംഗീകരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം ഒരു കാര്യം കൂടെ വയ്ക്കുള്ളൂ. കഷ്ടിച്ചൊരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമേ ആയിട്ടുള്ളൂ.
ഇവിടെ കണ്ണൂർ സർവകലാശാലയുടെ VC-യുടെ നിയമനം സുപ്രീം കോടതി എടുത്ത് കൊട്ടയക്കളഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തതാണ്. ആ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ ഇത് സർക്കാരിനൊരു വലിയ പ്രഹരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഇതേപോലെയുള്ള ചാനൽ ചാവേറുകൾ വരെ പറഞ്ഞ ഒരഭിപ്രായമുണ്ട്. അത് ഗവർണറല്ലേ, അത് നിയമന അധികാരി ഗവർണറാണ്, അതുകൊണ്ട് തന്നെ ചാൻസലറാണ്, അതുകൊണ്ട് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. സർക്കാർ കൊടുത്ത ലിസ്റ്റ് അവർ അംഗീകരിക്കണമെന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു അന്ന്. അതായത് സർക്കാർ കൊടുത്ത ലിസ്റ്റ് ഗവർണർ വലിച്ചു കീറി കൊട്ടയിലിടാതിരുന്നതാണോ അദ്ദേഹത്തിൻ്റെ തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞത് തീർച്ചയായിട്ടും ഗവർണർ അത് ചെയ്യണമായിരുന്നു, തെറ്റാണെന്ന് തോന്നിയാൽ അത് ചെയ്യണമായിരുന്നു ചാൻസലർ. എന്തിനാണ് സർക്കാരിൻ്റെ ആയാലും ആരുടെ ആയാലും ഒരു ലിസ്റ്റ് അംഗീകരിക്കേണ്ട ബാധ്യതയൊന്നും ചാൻസലർക്കില്ല. അതുകൊണ്ട് ആ നിയമനത്തിൽ ഒപ്പിട്ടത് ആരായാണോ അത് ചാൻസലറാണ്, ഗവർണറാണ്, ഗവർണർക്ക് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിൻ്റെ ഏറ്റവും വലിയ പ്രഹരം വന്നിരിക്കുന്ന സർക്കാരിനല്ല, ഗവർണർക്കാണ്. ഇതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. മഞ്ജുഷിന് അത് ഓർമ്മയുണ്ടാകും. ഇതേ ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഗവർണർ അംഗീകരിച്ചില്ല എന്ന്. ഇനിയും ഈ മെറിറ്റിൻ്റെ കാര്യം ഇവരൊക്കെ പറയുന്നു. ഇത്രയും കാലം ഈ സെനറ്റിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും വൈസ് ചാൻസലർ മുതൽ ഉള്ള നിയമനങ്ങൾ എങ്ങനെയാണ് നടന്നിരുന്നത്? ആര് കൊടുക്കുന്ന ലിസ്റ്റിൽ ആരായിരുന്നു ഇത് തീരുമാനിച്ചിരുന്നത്? ഇത് നമ്മുടെ മുമ്പിൽ പകല് പോലെ വ്യക്തമായ ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യങ്ങളാണ് മഞ്ജുഷേ. പിന്നെ അപ്പോൾ ഇപ്പോൾ ഒരു കാലിലെ ബന്ധം മറ്റേ കാലിലേക്ക് മാറി എന്ന പോലെയാണല്ലോ. ഇപ്പോൾ പക്ഷേ BJP ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് ആയിട്ടുണ്ട് ശ്രീ ഷാബു പ്രസാദ്. കേരള സർവകലാശാലയിൽ അത് ശരിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അത് ഹൈക്കോടതി തന്നെ അത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കണ്ടുകൊണ്ടല്ലേ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അത് കോടതി തീരുമാനിക്കട്ടെ, അതിനൊന്നും ഇവിടെ ഒന്നും ആരും പറയുന്നില്ല. ശ്രീ ഹുസൈൻ മുബാറക്ക് തന്നെ ഇവിടെ ആവർത്തിച്ച് പറയുന്ന കേട്ടിരുന്നല്ലോ. അതായത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ലിസ്റ്റ് കൊടുക്കാനും കത്തയക്കാനും ഗവർണറോട് ചാൻസലറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്, ഇവിടെ വൈസ് ചാൻസലർക്കുണ്ട്, എനിക്കുണ്ട്, താങ്കൾക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും താങ്കൾക്കും എല്ലാം ഉള്ള അവകാശം എന്താ BJP-ക്കാർക്കില്ലേ? അല്ലെങ്കിൽ BJP ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. ഇത്ര ആൾക്കാരെ BJP-ആണ് തന്നെന്ന് പറ. അല്ല, സംഘപരിവാറിന്റെ മഹാരാജി ഭവനിൽ നിന്ന് കൊണ്ടുവന്ന ലിസ്റ്റാണെന്ന് പറ. അല്ല, ഇയാള് ചർച്ച അലമ്പാക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്കും ഈ പണി പറ്റും കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഞങ്ങളെ ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ നിശബ്ദത പാലിച്ചത് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. നിങ്ങളത് ഭീഷണിപ്പെടുത്തല്ലേ കേട്ടോ? നിങ്ങളത് ഭീഷണിപ്പെടുത്തല്ലേ? നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാ? നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുക? ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്നത് തിരിച്ചങ്ങ് പറയാൻ അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ ആരാ ചാനൽ ചാവേറുകൾ എന്ന് പറയാൻ? ഒരു സെക്കൻഡ്, അല്ല വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളുടെ സമയത്ത് സംസാരിക്കും. ഹസൻ കുട്ടിയല്ലേ, ക്ഷമിച്ചുകളാ, താങ്കൾ പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചർച്ചയിലേക്ക് കൈകാര്യം ചെയ്യല്ലേ. ബഹുമാന്യനായിട്ടുള്ള അവതാരകൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൽ ഒരു സംഘടനയുടെ ഭാരവാഹി ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചർച്ചയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹിയായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികളായി ഞങ്ങൾ അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ. അങ്ങനെയാണ് പറയേണ്ടത്. കുട്ടിയല്ലേ എന്നല്ല, കുട്ടിയല്ലേ എന്നല്ല, അങ്ങനെയല്ല കൈകാര്യം ചെയ്യണം. അങ്ങനെ പരിഹസിക്കരുത്. കുട്ടിയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികൾ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം ചാനൽ ചാവേറുകൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നിശബ്ദത പാലിച്ചു. അത് കേൾക്കൂ. ചാനൽ ചാവേറുകൾ എന്ന് വിളിച്ചില്ലേ? ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നൊന്നും പറയണ്ട. നിങ്ങളുടെ ഉത്തരവാദിത്തം
ഉത്തരവാദിത്തപ്പെട്ട സംഘടനയല്ലാതെ നിങ്ങൾ എന്ത് വലത് നിരീക്ഷകൻ? നിങ്ങൾ എന്ത് വലത് നിരീക്ഷകൻ? ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയല്ലാന്ന് പറയാൻ ന്യൂസ് 8 പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് ഞങ്ങളുടെ സംഘടനയെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് നിശബ്ദമായി കേട്ടിരിക്കേണ്ടവരല്ല ഞങ്ങൾ. ചാനൽ ചാവേറുകൾ എന്ന് വിളിച്ചത് ബഹുമാന്യനായ അവതാരകൻ കേട്ടില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം പറയുമ്പോ കുട്ടികളല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണല്ലോ ചാനൽ ചാവേറുകൾ എന്ന് വിളിക്കുമ്പോ കേൾക്കാതിരിക്കുകയും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുക ശരിയല്ല. ഞാനൊരു കാര്യം ചോദിച്ചോളൂ, ഞാൻ പിൻവലിക്കാം. ഞാൻ നിശബ്ദത പാലിച്ചല്ലോ. BJP കൊടുത്ത ലിസ്റ്റ് ആണെന്ന് പറയാൻ എന്തേ മടി കാണിക്കുന്നു? കൂട്ടിച്ചേർക്കലുകൾ വേണ്ട. BJP കൊടുത്ത പട്ടികയാണെങ്കിൽ ഇത്രയും കാലം AKG സെന്ററിൽ നിന്ന് കൊടുത്ത പട്ടിക ഇവിടുത്തെ ഗവർണർമാർക്ക് അംഗീകരിക്കാമെങ്കിൽ ഇനി BJP ഓഫീസിൽ നിന്ന് കൊടുത്തതാണെന്നിരിക്കട്ടെ, എന്നാൽ അതിനും ഈ നാട്ടിലെ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇയാളെ കൊണ്ട് പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അത് ഇടയ്ക്ക് കയറിയാലും കുഴപ്പമില്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ആവർത്തിക്കുന്നില്ല, താങ്കൾ പറഞ്ഞോളൂ. അല്ല എനിക്ക് എന്റെ അവസരത്തിൽ ഞാനും കയറുന്നത് ഞാൻ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഹസൻ മുബാറക്ക് എന്താണ് പറഞ്ഞത്? ഈ നാട്ടിലെ ഏത് പൗരനും ആർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ ഗവർണർക്ക് കത്തെഴുതാൻ, ചാൻസലർക്ക് കത്തെഴുതാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ BJPക്കാർക്കും അതുണ്ടെന്നേ. പിന്നെ ഇനിയിപ്പം ഇവിടെ ഇതിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ എന്താ ഇവിടെ കോൺഗ്രസിനെ പോലെയും CPM-നെ പോലെയും ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളുമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് BJP. അവർക്കുമുണ്ട് നിലപാടുകൾ, അവർക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. അത് CPM-കാരന്റെ കുത്തകയൊന്നുമല്ല, SFI-കാരുടെ കുത്തകയൊന്നുമല്ല. അതല്ല ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി. ഇവറ്റകളുടെ കൊടിയിലെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഏറ്റവും വിചിത്രമായ കാര്യം. സ്വാതന്ത്ര്യം പോണം. ഞങ്ങളുടെ കൊടിയും ഞങ്ങളുടെ മുദ്രാവാക്യത്തെയും ഇത്തരത്തിൽ പരിഹസിക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് ഇടപെടും. ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ പട്ടിക ഉണ്ടല്ലോ, അതിലെ ഈ 2 പേരുണ്ടല്ലോ, 2 പേര്, അത് ആരൊക്കെയാണ് ഈ 2 പേര് CPM-ന്റെ? അല്ല, അത് നിങ്ങൾ പരിശോധിച്ചു. എനിക്കറിയില്ല, എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കും. ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചില്ല, പറഞ്ഞോ, നിങ്ങൾ അന്വേഷിച്ചു പറഞ്ഞു. CPM-യുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല, മനസ്സിലല്ലേ? CPM പ്രതിനിധികൾ ആരെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾ ഈ 9 പേർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ? 9 പേരുടെ കാര്യം പിന്നെന്താ? 9 പേരുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. 9 നിന്ന് പിന്നീട് അത് 5 ആയിട്ട് ചുരുങ്ങുന്നു. അതെങ്ങനെ ചുരുങ്ങുന്നു? ഇന്ന് 5 പേരല്ലായിരുന്നു, ഇന്ന് 5 പേരെ എതിരായിട്ടല്ലേ സമരം വന്നത്? അല്ല, ഇന്ന് 9 ആളുകൾ വന്നിട്ടില്ല, 9 ആൾ വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതിനകത്ത് എത്ര? ഞാൻ പലപ്പോഴും വന്നു കഴിഞ്ഞാൽ 5 ആളെ തടയാതെ ബാക്കി 4 ആളുകളെ വീട്ടിൽ പോയി തടയാൻ വേണ്ടി പറ്റുമോ? അത് പറ. യൂണിവേഴ്സിറ്റിയിലേക്ക് 5 ആൾ വന്നു, 5 ആളെ തടഞ്ഞു. ഹസൻ, നിങ്ങൾ ആദ്യം തൊട്ട് നിങ്ങൾ പറയുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റിലേക്ക് മുഴുവൻ കാവ്യവൽക്കരണം നടത്തുന്നുവെന്ന്. പിന്നീട് അത് 9 ആയിട്ട് ചുരുങ്ങുന്നു, പിന്നെ അത് ഇന്ന് 5. ആ സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. എത്ര പേർ സംഘപരിവാർ ബന്ധമുള്ളവരാണ്? ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് പട്ടിക വന്നപ്പോൾ എണ്ണി ഞങ്ങൾ പറഞ്ഞില്ലേ, 7 ആളുകൾ UDF ബന്ധമുള്ള ലീഗിന്റെ MLA-യുടെ മകൻ, ഈ ബന്ധപ്പെട്ട ആളുകളും അതോടൊപ്പം ഈ പറഞ്ഞ 9 സംഘപരിവാർ അനുകൂലികളും ഉണ്ട് എന്ന് എണ്ണം കൃത്യമായിട്ട് പറഞ്ഞില്ലേ? പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പോഴും 3 ആഴ്ച കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മീഡിയക്ക് അതിന്റെ എണ്ണവും കണക്ക് കിട്ടാതെ മീഡിയാസിന് കിട്ടിയല്ലോ? 7ഓളം വരുന്ന SFI-യുടെ അല്ല, UDF-നെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളത് ആടിനെ പട്ടിയാക്കുന്നത്. ഞങ്ങൾ SFI-യുടെ പത്രസമ്മേളനം വിളിച്ച് 7 UDF ബന്ധമുള്ള ലീഗ് MLA-യുടെ മകൻ, കോൺഗ്രസ് വ്യാപാര സംഘടന, അതുപോലെ തന്നെ കോൺഗ്രസും ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ
ഇന്നയാളുകൾ എന്ന് 7 ആളുകളെ അക്കമിട്ട് പറയുമ്പോൾ ന്യൂസ് 18 ബന്ധപ്പെട്ട ആളുകൾ ആ പത്രസമ്മേളനത്തിൽ വന്നിരുന്നില്ലേ? അത് മാത്രമല്ല എസ്എഫ്ഐയുടെ പത്രസമ്മേളനം ന്യൂസ് 18 കാണാത്തത് എനിക്ക് വ്യക്തതയില്ല കാണാത്തതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു വിചിത്രമായ കാര്യം കണ്ടു. പത്മശ്രീ ജേതാവും കാഴ്ച പരിമിതരുമായ ഒരാളെ സെനറ്റ് മെമ്പർ ആയതിന്റെ പേരിൽ നിങ്ങൾ തടയുന്നു. അത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അത് കായംകുളത്ത് ഒരു അംഗപരിമിതിനെ ഡിവൈഎഫ്ഐക്കാർ തൊഴിച്ചതിന് തുല്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെ രാജ്യത്തിന്റെ ചരിത്ര ഗവേഷണ കൗൺസിലിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തെയൊക്കെ മാറ്റി എഴുതുന്നത് ഈ പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട PhDയും ബന്ധപ്പെട്ട പ്രതിഭകളൊക്കെ തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് ഈ നയത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എണ്ണത്തിലിട്ട് കുറിക്കാൻ വേണ്ടി നോക്കണ്ട. അതുമായി നേരത്തെ ചോദിച്ചു അറിയാൻ പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ BJPക്കും ഇതേപോലെ കത്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. പറഞ്ഞ പോരെ എന്തേ ചാൻസലർക്ക് മടി? പന്തളത്തെ NSS കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ ചാൻസലർക്ക് മുന്നേ അറിയുന്ന ആളാ, അല്ലെങ്കിൽ ചാൻസലറുടെ ഏതെങ്കിലും ബന്ധുവാ? ചാൻസലർക്ക് എവിടുന്ന് ലിസ്റ്റ് വന്നു എന്ന് പറയണ്ടേ? അത് പറയാനുള്ള വൈസ് ചാൻസലർ കൊടുത്തത് ഇന്ന ലിസ്റ്റ് നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റ് അല്ലാതെ പത്തനംതിട്ടയിലെ പന്തളം കോളേജിലെയും ഗുരുവായൂരപ്പൻ കോളേജ്, കോഴിക്കോട്ടെ ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു യോഗ്യതയും ഇല്ലാത്ത ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ ഒക്കെ ലിസ്റ്റ് ഈ ചാൻസലറുടെ കയ്യിലേക്ക് എങ്ങനെ വന്നു എന്ന് ഞങ്ങൾ ആളുകളായി ചോദിക്കുന്നുണ്ടല്ലോ. നേരത്തെയും ഇവിടെ ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ പോയപ്പോൾ ഗവർണർമാർ തള്ളിക്കളഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ല തെറ്റാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഹസനും RS ശശികുമാറിനുമായിരിക്കും. ഷാബു പ്രസാദിന് അത്രയ്ക്ക് അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ P പ്രസാദിനെ, ഇപ്പോഴത്തെ മന്ത്രിയായ P പ്രസാദിനെ മുൻപ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് പക്ഷേ അന്ന് തള്ളിക്കളഞ്ഞു. അന്ന് ജേർണലിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സജഷൻ കൊടുത്തിരുന്നത്. പക്ഷേ അന്നത്തെ ഗവർണർ തള്ളിക്കളയുകയുണ്ടായി. ഷിജു ഖാനെ ഒരു തവണ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നു ഓദർ എന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരുത്താം. പക്ഷേ അതന്ന് തള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഇത് പുതിയ സംഭവമൊന്നുമല്ല. ഇങ്ങനെ ഈ അർഹതപ്പെടാത്ത ആളുകൾ വരുന്നു, അതുകൊണ്ട് ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു, പകരം പട്ടിക വരുന്നു എന്നുള്ളത്. ശ്രീ RS ശശികുമാർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാൻ കേട്ടോ അത് കാര്യത്തിൽ. മാത്രമല്ല ഈ BJP ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റാണെന്ന് ഇതുവരെ ഗവർണർ പറഞ്ഞിട്ടുമില്ല. അല്ല, അറിയില്ല. ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ BJP ആയിരിക്കാം. അങ്ങനെ ആയിക്കൂടാന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രസാദ് ജനകീയം പത്രത്തിലെ ഒരു നോൺ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തെ ജേർണലിസ്റ്റായിട്ട് കൊടുത്തു. അതേപോലെ നമ്മുടെ MP കൊല്ലത്തെ MP ആയിരുന്ന ശ്രീ രാജേന്ദ്രനെ ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് കൊടുത്തു. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനെ സ്പോർട്സ് പ്രതിയായിട്ട്, അദ്ദേഹം ഗോലി കളിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അദ്ദേഹം സ്പോർട്സിന്റെ പ്രതിയായിട്ട് അവസാനം ഗവർണർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്വാളിഫൈഡ് അല്ലാത്തവരെ ഗവൺമെന്റ് ഗവർണർ കൊടുത്താലും അദ്ദേഹത്തിന് റദ്ദാക്കാം. പക്ഷെ ഇവിടെ എന്താ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ കേരള സർവകലാശാലയിൽ എമിനന്റ് അക്കാഡമിഷ്യനായിട്ട് കൊടുത്തേക്കുന്ന ഷിജു ഖാനെയും മുരളിയെയാണ്. അഡ്വക്കേറ്റ് മുരളിയും ഷിജു ഖാനും അറിയാമല്ലോ DYFIയുടെയും CPMന്റെയും 2 ജില്ലാ നേതാക്കന്മാരാണ്. അവരുടെ രണ്ടുപേരുടെയും പുറത്ത് 36 ക്രിമിനൽ കേസുണ്ട്. അതേപോലെ കാലിക്കറ്റിലെ ഖലിമുദ്ദീൻ അവിടുത്തെ DC മെമ്പറാണ്. ലജീഷ് DYFIയുടെ നേതാവാണ്. ഇവരാണോ റിയൽ എമിനന്റ് അക്കാഡമിഷ്യൻസ്? ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ ക്രിമിനൽസ് ആണ്. പകരം നിയമിച്ചിരിക്കുന്ന ലിസ്റ്റിലുള്ളവർ, ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ അർഹതപ്പെട്ട ആളുകളാണോ? ശ്രീ RS ശശികുമാർ, താങ്കൾ ആ ലിസ്റ്റ് പരിശോധിച്ചില്ലേ? ഈ വ്യവസായ രംഗത്ത് എല്ലാവരും ആ സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ടവരല്ല. അല്ല, ഞാൻ CPM ഞാൻ അക്കാഡമിഷ്യൻസിനെ വച്ച ഗവൺമെന്റിനും CPMനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ലെന്ന്, അവകാശമില്ല, ധാർമ്മികമായ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഗവർണർ വെച്ച നിയമനത്തിനെയൊന്നും ഞാൻ അംഗീകരിക്കുന്നതുമില്ല. അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതിനെ നമ്മൾ നിയമപരമായി ചോദ്യം ചെയ്യണം. അല്ലാതെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നെന്താ, സീനിയർ പ്രൊഫസേഴ്സ് കയറി വന്നപ്പോൾ തടഞ്ഞിരുത്തിയ ഒരു SFI നേതാവ് ഒരു ഗുണ്ടായിസമല്ലേ അത്? അവർക്ക് എന്താ അധികാരം? അതിന് കാര്യമൊന്നും ഞാൻ നേരത്തെ ഇവിടെ നട്ടലില്ലാത്ത ഒരു വൈസ് ചാൻസലർ ആക്കിയിട്ടുണ്ട്. അന്തസ്സുള്ള വൈസ് ചാൻസലർ ആയിരുന്നാൽ ഇങ്ങനെയൊന്നും പിള്ളേരിയേറി നിറങ്ങില്ല. ഗവർണർ നടത്തിയ നോമിനേഷൻ
അത് അംഗീകരിച്ചിട്ട് കോടതിയിൽ പോകണം, പുറത്താക്കാൻ പാടില്ല. അല്ല SFI പിള്ളേർ തടയല്ല വേണ്ടത്. ഇത് ഹൂളിഗാനിസമാണ്. അത് സർവകലാശാല അനുവദിക്കാൻ പാടില്ല. സർവകലാശാലക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സർവകലാശാല ബാനർ കെട്ടാനൊക്കെ ഉള്ള അവകാശം പിള്ളേർക്കൊക്കെ ഉണ്ട്. എല്ലാവരും കേട്ടാം. ചാൻസലർ തെറ്റ് ചെയ്താൽ ചാൻസലർക്കെതിരെ ബാനർ വയ്ക്കുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കെട്ടേണ്ടടുത്ത് കെട്ടുക, അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ ഇത് അതിര് വിടുകയാണ്. അത് ആര് ചെയ്താലും, അത് ഗവർണർ ചെയ്താലും ഗവൺമെന്റ് ചെയ്താലും മന്ത്രി ചെയ്താലും, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ മുതൽ അക്കാഡമിക് കൗൺസിലായാലും സിൻഡിക്കേറ്റായാലും സെനറ്റായാലും അവിടുത്തെ നിയമനങ്ങൾ കാവ്യമാവാൻ പാടില്ല, ചുവപ്പാവാൻ പാടില്ല, ത്രിവർണ്ണമാവാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇത്രയും വഷളാക്കിയത് ഇവിടുത്തെ CPM-കാരാണ്. യൂണിവേഴ്സിറ്റികളെ അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് CPM-ന്റെ UDF ഭരിക്കുന്ന കാലത്തും ഇത് തന്നെ ഉണ്ടായിട്ടില്ലേ ശ്രീ R. ശശികുമാർ? UDF ഭരിക്കുന്ന കാലത്തും ഇത് തന്നെ ഉണ്ടായിട്ടില്ലേ മുൻപ്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ UDF ഭരിക്കുന്ന കാലത്തല്ല, ഈ നയനാർ ഭരിക്കുന്ന കാലത്ത് K. കരുണാകരൻ ഒരു പട്ടിക കൊടുത്തിരുന്നുവല്ലോ. അല്ല, കോൺഗ്രസിന്റെ ഗവർണർമാർ വരുന്ന സമയത്ത് അല്ലേ, ഈ BJP സർക്കാരിന് മുൻപുള്ള കാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ നിയമിക്കുന്ന, കേന്ദ്രത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അങ്ങനെയാണല്ലോ നിയമനം. ആ സമയത്ത് ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുന്ന സമയമാണെങ്കിൽ പോലും പ്രതിപക്ഷമായി നിൽക്കുന്ന UDF അന്ന് ലിസ്റ്റ് കൊടുക്കാറില്ലേ? ഉദാഹരണത്തിന് K. കരുണാകരൻ കൊടുത്ത ഒരു പട്ടികയിൽ നിന്ന് അംഗങ്ങളെ നിയമിച്ച ഒരു പഴയ ഒരു വിവാദമുണ്ടല്ലോ. 1989 നായനാർ കൊടുത്ത 17 പേരുടെ പട്ടികയിൽ നിന്ന് കരുണാകരൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്ന് റാം ദുലാരി സിൻഹ ആയിരുന്നു ഗവർണർ. അവർക്ക് 8 പേരെ പേര് കൊടുത്തു. ആ നായനാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് 8 പേരെ മാറ്റിയിട്ടാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അത് ചെയ്തു, ഗവർണറുടെ അധികാരമാണ്. അതിനിവിടെ ആരും ചോദിച്ചിട്ടില്ല. അതുപോലെ ഗവർണറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ഉള്ളവരായിരിക്കണം, സർവകലാശാലയെ കയറ്റാൻ പറ്റുന്നവരായിരിക്കണം. അവരെ പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ നിയമത്തിലൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർവകലാശാലകളിൽ വൈസ് ചാൻസലർ മുതൽ സെനറ്റ് സിൻഡിക്കേറ്റിന്റെ നിയമനങ്ങൾ കാവിയും ചുവപ്പും ഒക്കെ മാറ്റിവെച്ചിട്ട് നടത്തിയാൽ നമ്മുടെ സർവകലാശാല രക്ഷപ്പെടും. നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പം നടക്കുന്ന അതല്ല. ആ അപകടം നമ്മളെല്ലാവരും അറിയണം. നാളെ ഇപ്പോൾ നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഗവർണർ പറഞ്ഞു, ഗവർണർക്ക് പരമാധികാരമാണ്, ഗവർണർക്ക് നിയമനം നടത്താൻ അധികാരമുണ്ട്. അദ്ദേഹം അത് ആ ഉത്തരവാദിത്വത്തോടുകൂടി നിയമിക്കണം. ശരി ഹസൻ, അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നിങ്ങൾക്ക് നിയമപരമായി നീങ്ങാൻ അങ്ങനെ നീങ്ങിയിട്ടുമുണ്ട്. ആ സമയത്ത് പ്രോ ചാൻസലർ ആകേണ്ട അധികാരമൊന്നുമില്ല, മന്ത്രിക്ക് അധികാരമില്ല. അക്കാര്യം സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഇടപെടാൻ ഗവർണറുടെ ചാൻസലർ വീണ്ടും ഗവർണർ എന്ന് വരികയാണ്. ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇടപെടാൻ അധികാരമുള്ളൂ. ശരി 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 ഹസൻ, അങ്ങനെയാണ് നിയമപരമായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചാൻസലർ നിലയിൽ ഗവർണറുടെ അധികാരം വളരെ ഉത്തരവാദിത്തോടുകൂടി നിർവഹിക്കണം. ശരി, വിവേചനാധികാരമുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ ഈ നിയമപരമായി നിയമിച്ച ആളുകളെ കയറ്റില്ല എന്ന് പറയുമ്പോൾ അതിനാണ് വേറെ പേരിട്ട് വിളിക്കേണ്ടി വരിക. അല്ല, നിങ്ങൾ ആ പേര് പറയാദ്യം. ഇല്ല, അത് ശശികുമാർ സാർ പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് തെമ്മാടിത്തരമാണ്, അത്രേ ഉള്ളൂ. കാരണം അത് കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. അല്ല, കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിധി അത് നമ്മളിവിടെ ചർച്ച ചെയ്തല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ചാൻസലർക്ക് പരമാധികാരം, ചാൻസലർക്ക് പരമാധികാരമുണ്ട്. ചാൻസലർക്ക് പരമാധികാരമുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ഈ പരമാധികാരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തും ചെയ്യാം. കേരളം സമർപ്പിച്ച 7 ബില്ലുകൾ 1.5 വർഷക്കാലമായി ഒപ്പിടാതെ 1.5 വർഷമായി കേരളത്തിലെ അതിനുള്ള അധികാരമുണ്ട്. ഗവർണറുടെ അധികാരം ഉപയോഗിക്കുകയും ചെയ്യും. ഈ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാധനം ആണ് മഞ്ജുഷ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒന്ന് സഹകരിക്കാം. ശരി, അതൊരു വൺ വേ ട്രാഫിക് അല്ല ഈ സഹകരണം എന്ന് പറയുന്നത്. അപമാനകരമായി തോന്നുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പരിഗണന ദയവായി തരിക. ശരി, ശ്രീ ഹസൻ, എനിക്ക് അങ്ങനെയൊന്നും അപമാനമൊന്നുമില്ല. ശരി ഹസൻ, തുടർന്നോളൂ. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ സൂചിപ്പിച്ചു, ഈ ചാൻസലർ
ഈ ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാൻസലറുടെ പരമാധികാരം, ചാൻസലർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നേരിട്ട് നിയമിക്കുന്ന ആളാണല്ലോ ഈ ഗവർണർ. ആ ഗവർണറുടെ നിയമസഭയുടെ അധികാരം വെച്ചിട്ടാണല്ലോ ഈ സർവകലാശാലയുടെ ചാൻസലറായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പ്രോ ചാൻസലറായിട്ടും ഈ നിയമസഭയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ച് അധികാരത്തിൽ വോട്ട് ചെയ്തു കൊണ്ടുവന്ന സർക്കാർ. ഈ സർക്കാർ വെച്ച 7 ബില്ലുകൾ കേരള സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയാർന്ന ബില്ലുകൾ തടഞ്ഞു വെച്ച് 1.5 കൊല്ലമായി കേരളത്തിൽ ഭരണസ്തംഭനമുണ്ടാക്കി കേരളത്തിന്റെ ജനജീവിതമടക്കം സ്തംഭിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഗവർണർ ചാൻസലറുടെ രൂപത്തിലിരുന്നു കൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച പരസ്യമായി ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരൊറ്റ വിഷയം മാത്രമാണോ? ഈ ഗവർണർ നിയമിതനായത് മുതൽ ഈ കേരളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങളൊക്കെ ഇതോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് തയ്യാറാകണ്ടേ? പല വിഷയങ്ങൾ ഈ കേരളത്തിനകത്ത് ഉയർന്നു വന്നല്ലോ. പല ഘട്ടങ്ങളിലും പലതരത്തിലും ജനാധിപത്യപരമായും സമാധാനപരമായും ജനാധിപത്യം നിഷ്കർഷിക്കുന്ന എല്ലാ തരത്തിലുള്ള സമരങ്ങളും ഈ കേരളത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. പല സമയത്തും UDF അടക്കമുള്ള സംവിധാനങ്ങൾ അതിന് മുഖം തിരിഞ്ഞു നിന്നു. 7ഓളം ബില്ലുകൾ ഒപ്പിടാതെ 1.5 കൊല്ലം മാറ്റിവെച്ചിട്ട് സുപ്രീം കോടതിയല്ലേ ഈ ഗവർണറെ വിളിച്ചു വരുത്തി ചോദിച്ചത് നിങ്ങൾക്ക് എന്തവകാശം? കേരളത്തിലെ ജനങ്ങൾ ഏത് സംസ്ഥാനത്തിലെ ജനങ്ങളായാലും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഈ കേരളത്തിന്റെ സർക്കാർ മുന്നോട്ട് വെച്ച 7 ബില്ലിനെ തടഞ്ഞു നിർത്തിയ ഒരു ചാൻസലർ കേരളം ഭരിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട VC-മാർ കൊടുക്കുന്ന സെനറ്റ് അംഗങ്ങളെ വെട്ടിനിരത്താൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന് ചോദിക്കുമ്പോ അത് ചാൻസലറുടെ പരമാധികാരമാണ്. ആ പരമാധികാരം ഞാൻ കേരളത്തിൽ നടപ്പിലാക്കും. ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. തീരുമാനമാണെന്ന് പറയുന്ന ചാൻസലർ താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാരണം VC-മാർ കൊടുക്കുന്ന ലിസ്റ്റ് അതേപടി അംഗീകരിക്കണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതേപടി അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഈ പുറത്തുവിട്ടിട്ടുള്ള ലിസ്റ്റ് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അതിപ്പോ ഓരോരുത്തർക്കും തോന്നും ഞങ്ങൾ കൊടുത്ത പട്ടികയിലാണ് യോഗ്യതയുള്ളവർ കൂടുതലെന്ന് തോന്നും. അത്രേ ഉള്ളൂ. യോഗ്യത അളക്കുന്നത് ഒരാൾ മാത്രമല്ല. യോഗ്യത അളക്കുന്നത് ജനാധിപത്യം ഉപയോഗിച്ച് സമരം ചെയ്യുക എന്ന ജനാധിപത്യപരമായ രീതി വെച്ച് ഞങ്ങൾ ചെറുക്കും. ഒരു പരമാധികാരി ഈ സർ CP രാമസ്വാമിയർ ഈ പരമാധികാരം ഉപയോഗിച്ച് കേരളം ഭരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും അവരുടെ പരമാധികാരം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അവർ കോടതിയാണല്ലോ ചോദിച്ചത് നിങ്ങൾക്ക് എന്തധികാരം? കോടതി ചോദിച്ചല്ലോ. ഈ ബഹുമാന്യനായ മാന്യനായിട്ടുള്ള ഈ ഗവർണറോട് വളരെ ജനാധിപത്യ മര്യാദയും പരമാധികാരവും വിവേചനാധികാരവും ഒക്കെ വെച്ചു പുലർത്തുന്ന കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനോട് സുപ്രീം കോടതിയാണല്ലോ ചോദിച്ചത്, മിസ്റ്റർ നിങ്ങൾക്ക് എന്തവകാശം? അല്ല, ബില്ല് എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും അല്ല, അതാണ് പറയുന്നത്. കൊടുത്ത ബില്ലിൽ പകുതിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലാണ്. അപ്പൊ ചർച്ച ചെയ്യണം. കേരളത്തിന്റെ സർവകലാശാലയുമായി തെറ്റായ കാര്യങ്ങളല്ല, അത് ഗവർണറോടാണ് ചോദിച്ചത്. അങ്ങനെ വലിയ മാന്യനായി നിങ്ങളെ ചാൻസലറെ രൂപപ്പെടുത്തി മോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ ഇത് പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതാണ് നിങ്ങൾ പോകാത്തത്. ഞങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ 7 ബില്ല് നിങ്ങൾ പരിശോധിച്ചില്ലേ? ആ 7 ബില്ലിൽ കേരളത്തിലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സർവകലാശാല ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. താങ്കൾ ചോദിച്ചത് കേരള യൂണിവേഴ്സിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞത് ഗവർണറോട് ചോദിച്ച സുപ്രീം കോടതിയുടെ ചോദ്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ഈ നോമിനേഷന്റെ കാര്യത്തിലൊന്നും കോടതി അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ കേരള സർവകലാശാലയുടെ കാര്യത്തിൽ 4 പേരുടെ നിയമനം സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ കാലിക്കറ്റ് സർവകലാശാല നിങ്ങൾ ഇന്ന് തടഞ്ഞുവല്ലോ. ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം മാത്രമാണോ? 2 വശവും പറഞ്ഞു. പല കാലത്തെ കാര്യങ്ങളും പറയുന്നില്ല. പിന്നെന്താ ഞങ്ങൾ കൂട്ടിച്ചേർത്തി കാര്യം പറഞ്ഞു. താങ്കൾ പറയുമ്പോൾ സമരം ചെയ്യുന്നത് ഒന്നുകിൽ ചാൻസലർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഗവർണർ എന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് പറയണം. ഇവിടെ നമ്മൾ ചാൻസലർ എന്ന രീതിയിലുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ചാൻസലർ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാൻസലർ കേരളത്തിന്റെ ഗവർണർ കൂടിയാണ്. നിങ്ങൾ പോലും ചർച്ച ചെയ്യുമ്പോൾ ഗവർണർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തിരുത്തി ചാൻസലറിനാക്കുകയാണ്. പക്ഷേ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ താങ്കൾ സുപ്രീം കോടതി ചോദ്യം ചോദിച്ചല്ലോ എന്ന് പറയുമ്പോൾ അത് ചാൻസലറോടല്ല ചോദിച്ചത്, അത് ഗവർണറോടാണ്. അതെ, ഈ പറയുന്ന ഗവർണറാണല്ലോ കേരളത്തിന്റെ ചാൻസലർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കോടതിയിൽ ചെല്ലുമ്പോൾ
ചാൻസലറും ഗവർണറും രണ്ടും രണ്ട് തന്നെയാണ്. അല്ല, ഗവർണറോടാണ് ആ ചോദ്യം ചോദിച്ചത്, മനസ്സിലായി. ആ ബില്ല് പിടിച്ചു വെച്ചതിനെ പറ്റിയാണ് ചോദിച്ചത്. ചാൻസലർ എന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. അത് ഒറ്റ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളൂ, അത് കണ്ണൂർ BC-യുടെ നിയമന കാര്യത്തിലാണ്. അതിൽ ആ നിയമനം റദ്ദ് ചെയ്യുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഗവർണറായിരിക്കുന്ന 7 ബില്ല് തടഞ്ഞു വെച്ച കേരളത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു ഗവർണർ ചാൻസലർ ആയിരിക്കുകയാണ്. ആ ചാൻസലറാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത്, അല്ലാതെ ഗവർണർക്കെതിരെ അല്ല. ഗവർണർ എന്ന് പറയുന്ന ഈ വ്യക്തി അല്ല, ഗവർണർ എന്ന് സ്വാഭാവികമായിട്ടും ചാൻസലർ എന്ന് പറയുന്ന ആള് വേറെയും ഗവർണർ എന്ന് പറയുന്ന ആള് വേറെയും അല്ല. അപ്പൊ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്കെതിരെയാണ്. അത് ഈ പറയുന്നത് പോലെ അത് ഈ പണ്ടാരോ പറഞ്ഞ മാതിരിയാണ്. അല്ലാതെ ചാൻസലറും ആരിഫ് മുഹമ്മദിന്റെ അനിയനും ഏട്ടനും ഇല്ല അവിടെ അതുമായി ബന്ധം അല്ല. ഞങ്ങൾ പറയട്ടെ, അല്ല കഴിഞ്ഞില്ല അല്ലേ സ്വാമി, നമ്മൾ ഇത് കൂടുതൽ സമയം താങ്കൾക്ക് അനുവദിക്കാൻ പറ്റുകയില്ല. ശ്രീ ഷാബു പ്രസാദ്, ഈ കോടതി ഗവർണറെ ഉടുത്തു എന്ന രീതിയിലാണ് SFI പറയുന്നത്. എനിക്ക് അതിൽ ഈ ഗവർണർ എന്ന രീതിയിൽ ശരിയാണ്, അദ്ദേഹത്തിന് എന്താ അധികാരം എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ചാൻസലർ എന്ന രീതിയിൽ ഇനിയും ഇവർ നിയമ പോരാട്ടത്തിന് പോയാൽ ചിലപ്പോൾ അനുകൂലമായിട്ട് കിട്ടിയേക്കാം. കാരണം ആ കേരള സർവകലാശാല സെനറ്റ് നോമിനേഷൻ്റെ കാര്യത്തിൽ 4 പേരുടെ നിയമനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധി അത് ഗവർണർക്കുള്ള ഒരു മുന്നറിയിപ്പ്, ചാൻസലർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ല, ഇവർക്ക് ആക്ഷേപം, ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥയുണ്ട്, ജനാധിപത്യ അവകാശങ്ങളുണ്ട്. ഇവർക്ക് പരാതിയുണ്ടെങ്കിൽ ഗവർണറുടെ വിവേചനാധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന ഒരു പരാതി ഇവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ കോടതിയിൽ ചോദ്യം ചെയ്യട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ആ കോടതി അത് തീരുമാനിച്ചാൽ ആ തീരുമാനം ശിരസാവഹിക്കാൻ ഇവിടെയുള്ള ഓരോരുത്തരും അതിന് ബാധ്യതപ്പെട്ടവരാണത്. അതിന് പകരം ഇവർക്ക് തന്നെ അറിയാം കോടതി പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ഇതിന്റെ മേളിൽ സുപ്രീം കോടതി ഉണ്ട്. എന്താണ് സംഭവിക്കാൻ പോവുക? ഹസൻ മുബാറക്ക് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉന്നത വിദ്യാഭ്യാസ ഭാഷയിൽ പറയാം, യുവർ ഡാൽ വിൽ നോട്ട് ബി കുക്ക് ഹിയർ ആൻഡ് നോ ഗ്രാസ് വിൽ വാക്ക്. കേട്ടോ, നാണവും മാനവും വേണം സാറേ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളും ഏറ്റെടുത്ത സമരത്തിൽ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വെച്ച ഒരു ബാനർ, ആ ബാനറിലെ ഗ്രാമർ നോക്കി ആ രാഷ്ട്രീയത്തെ കളിയാക്കാൻ ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു വലത് നിരീക്ഷകൻ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്കൊരു അഭിമാന ബോധം വേണ്ടേ? നിങ്ങൾ അങ്ങനെയാണോ അതിനെ നോക്കിക്കാണേണ്ടത്? കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളോട് നിങ്ങൾക്ക് അഭിപ്രായം ഒരു അഭിമാന ബോധം വേണ്ടേ? നിങ്ങളുടെ വേണം, അല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങൾ അങ്ങോട്ടും പറയും. നിർത്തിയോ ഷാബു? ഈ BJP ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന പട്ടിക അനുസരിച്ചാണ് ഗവർണർ ഇവിടെ ഓരോ നിയമനം നടത്തുന്നത് എന്ന് പറയുന്നത്. നമുക്കത് ഗൗരവമായി എടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിലാണ് നിയമനങ്ങൾ പോകുന്നത്. ഈ കേരള സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിൽ അല്ല, ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ ശരി, അവിടെ കോൺഗ്രസ്സുകാരെ നിയമിച്ചിട്ടുണ്ട്, ലീഗുകാരെ നിയമിച്ചിട്ടുണ്ട്, CPMകാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല കേരള സർവകലാശാലയുടെ സ്ഥിതി. ആ പട്ടിക എടുത്തു നോക്കിയാൽ ഒരേ കാറ്റഗറിയാണ്. മഞ്ജുഷ ഒരു കാര്യമുണ്ട്, ഈ നാട്ടിൽ എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു, അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ കേരള സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള അവകാശമില്ല, അർഹതയില്ല എന്ന് പറയുന്നത് എന്താണ്, അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. 10 ആളുകൾ വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിക്ക് ഒരു BJPക്കാരനെയോ RSSകാരനെയോ ABPക്കാരനെയോ ഈ കേരളത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പോൾ വളഞ്ഞപടി സ്വീകരിക്കുന്നതിനെതിരായിട്ടാണ് ഈ സമരം. SFIക്കാരും KSUക്കാരും MSFകാരും യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. വോട്ട് ചെയ്തിട്ട് കുട്ടികളും ബന്ധപ്പെട്ട അധ്യാപകരും തൊഴിലാളികളും അനധ്യാപകരും ഒക്കെ വോട്ട് ചെയ്ത് അവരൊക്കെ അധികാരത്തിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഭരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഘട്ടത്തിൽ MSFന്റെ 4 പ്രതിനിധികൾ സെനറ്റിലുണ്ട്. ഞങ്ങൾ സമരത്തിലുണ്ടോ? ഇല്ല. വളഞ്ഞ വഴിയിൽ വോട്ട് ചെയ്ത ഒരാളെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയാത്ത RSS വളഞ്ഞ വഴിയിലൂടെ എത്തിക്കുന്നു. അതാണ് പ്രശ്നം. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങളിപ്പോ ബഹുമാനായിട്ടുള്ള അവതാരകം ചോദിക്കുന്നുണ്ട്, ശരിയാണോ? ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അത് ആദ്യം പോയി അന്വേഷിക്കും. വഴി വളഞ്ഞതാണോ ഒടിഞ്ഞതാണോ
ഉചിതമാണോ എന്ന് ഇവിടെ തീരുമാനിക്കാൻ ഉള്ളതുണ്ട്. അത് SFIക്കാരും തീരുമാനിക്കേണ്ട, വഴി വളഞ്ഞതാണോ ഒടിഞ്ഞതാണോ എന്ന്. പിന്നെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കാൻ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. സർവകലാശാലയിൽ നിയമനം കിട്ടിയ MSFകാരോടും അതുപോലെ തന്നെ കോൺഗ്രസുകാരോടും ഒക്കെ രാജിവെച്ച് പോകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അവരാരെയും ഞങ്ങൾ തടയുന്നില്ലല്ലോ. പക്ഷേ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ പോകണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തടഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞെന്താ? നോമിനേറ്റ് ചെയ്ത ആളുകളെ ഞങ്ങൾ തടഞ്ഞു. UDFന്റെ ആളുകളോട് ഞങ്ങൾ പറഞ്ഞെന്താ? ഈ പറയുന്ന മറുപടി പറയാൻ കഴിയാതെ ചാൻസലർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റ്, ബഹുഭൂരിപക്ഷ RSSകാർ, ആ ലിസ്റ്റിൽ നിങ്ങൾ വന്നിരിക്കുന്നു. ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് നിങ്ങൾ ഏത് രീതിയിൽ വന്നു? എന്റെ പ്രശ്നം എന്താ? ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിലാണ് മാനത്തുനിന്ന് ഇരുന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ കൊടുത്ത പട്ടിക നിങ്ങൾ പുറത്തുവിട്ടതുപോലെ നിങ്ങൾ കൊടുത്ത പട്ടിക നിങ്ങൾ കൊടുത്ത പട്ടിക തന്നെയാണല്ലോ VC കൊടുക്കുന്നത്. ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതാണോ VC കൊടുക്കുന്നത്? അങ്ങനെയാണ് BJPക്കും പറയാം ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്തതല്ല. അല്ല, ഗവർണർ പറയട്ടെ, ചാൻസലർ പറയട്ടെ, ചാൻസലർ പറയണ്ടേ? കേരളത്തിൽ ഇത്രയും വലിയ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ ചാൻസലർക്ക് പറയണ്ടേ? പത്തനംതിട്ടയിലെയും ഗുരുവായൂരപ്പൻ കോളേജിലെ ആളുകളെ എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞാൽ കഴിഞ്ഞു. അത് പറയട്ടെ, ജനാധിപത്യ കേരളത്തോട് പറയട്ടെ. ചാൻസലർ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് സ്വാഭാവികമായി സമരം നടക്കും. യോഗ്യതയില്ലാത്ത ആളുകൾ യൂണിവേഴ്സിറ്റികളിൽ നിരങ്ങുമ്പോൾ സമരം നടക്കും. അപ്പൊ ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയേണ്ടതായി വരും. ഇത് ജനാധിപത്യ കേരളമാണ്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ മിലിറ്ററി ഭരണം നടക്കുന്ന കേന്ദ്രമൊന്നല്ല. അതുകൊണ്ട് ഒരു യോഗ്യതയും ഇല്ലാത്തവർ യൂണിവേഴ്സിറ്റിയിൽ കയറി, പരീക്ഷ പോലും എഴുതി പാസ്സാവാത്തവർ യൂണിവേഴ്സിറ്റിയിൽ കയറി ഭരണ സംവിധാനം അങ്ങനെയാണ്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഭരണ സംവിധാനത്തിൽ പരീക്ഷ പോലും പാസ്സാവാത്തവർ കയറിയിരുന്ന് നിരങ്ങുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യും. ആ കേരളത്തിൽ മുഴുവനായി സമരം ഉയർന്നു വരുമ്പോൾ ബന്ധപ്പെട്ടവർ വായ തുറന്നു പറയേണ്ടതായിട്ട് വരും. എല്ലാവരും പരീക്ഷ പാസ്സാകേണ്ട കാറ്റഗറിയിൽപ്പെട്ടവരൊന്നും അല്ല കേട്ടോ. അല്ല, പരീക്ഷ പാസ്സാവേണ്ട ആകെ 3 പേരും കണ്ടേ ഈ സ്റ്റുഡന്റ് എന്ന രീതിയിലുള്ളത് അല്ലേ? ഈ ഹ്യൂമാനിറ്റീസും അതുപോലെ അല്ലേ? ബാക്കിയുള്ളവരൊന്നും അങ്ങനെ പരീക്ഷ പാസ്സായി വരേണ്ട ആൾക്കാരൊന്നും പല മേഖലകളിലുള്ളവരാണ്. ശ്രീ ആർ എസ് ശശികുമാർ അങ്ങനെ കുട്ടികളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളുടെ കാര്യം പറയുന്നു. ശ്രീ ആർ എസ് ശശികുമാർ അങ്ങനെ ഒരു എവിടെ നിന്നാണ് ഈ നിയമനം എന്നൊക്കെ ചാൻസലർ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ഒരു ആവശ്യമൊക്കെ വന്നാൽ അത് എങ്ങനെയാണ് താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി, ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇന്ന് ഗവർണർ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നൊരു കാര്യം ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അത് താങ്കളും പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ കാര്യം ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് ആ ഒരു ടേമിലേക്ക് അദ്ദേഹം പോയിരുന്നു. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം സംസ്ഥാനത്തിൻ്റെ എന്തിനു വേണ്ടി? ഞാൻ മഞ്ജുഷേ എനിക്കിപ്പോൾ നടക്കുന്ന സെനറ്റ് നോമിനേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നത് ശരിയാണ്, അത് നമുക്ക് തർക്ക വിഷയമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സെനറ്റിലേക്ക് കുറച്ചുപേരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ BJPക്ക് കേരളയിലും കാലിക്കറ്റിലും ഓരോ സിൻഡിക്കേറ്റ് മെമ്പർമാരെ കിട്ടും. 26 പേരുള്ള സിൻഡിക്കേറ്റിൽ ഒരു BJP മെമ്പർ വന്നുകൊണ്ട് CPMന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം 25 വാസ്റ്റ് മെജോറിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ അതല്ല വിഷയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് നോമിനേഷൻ കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ ഒരു പരാതിയില്ലായിരുന്നു. കേരളയിലെ നോമിനേഷൻ കഴിഞ്ഞപ്പോഴും പരാതിയില്ല. പരാതി വന്ന എപ്പോഴാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ സംബന്ധിച്ചുള്ള പരാതി ഞാൻ ഗവർണർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ചീഫ് സെക്രട്ടറിക്ക് റിമാർക്സിന് അയച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഹാലളവിയത്. ഈ മുഖ്യമന്ത്രി അത് പറഞ്ഞ് സമരം ചെയ്യുന്നവരെ ഗവർണർ കഴിഞ്ഞ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനം വരെ അവരെല്ലാവരും ഒക്കെ ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവർണറെ ഒന്ന് വിരട്ടാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞാൽ, ഈ അടിയന്തരാവസ്ഥ പറഞ്ഞാൽ പറ്റില്ല, അതുകൊണ്ട് ഗവർണറെ മെരുക്കി നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പിള്ളേരെ പറഞ്ഞ് അയച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്രശ്നം സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്, ഈ സെനറ്റ് അല്ല. സെനറ്റിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു, സെനറ്റിൽ നടത്തുന്ന നിയമനങ്ങൾ കാവ്യായാലും ചുവപ്പായാലും സുവർണമായാലും മെരിറ്റുള്ളതായിരിക്കണം. അതായത് ചുവപ്പിന് മാത്രം ഒരു എക്സംഷൻ കൊടുക്കാൻ പാടില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചുവപ്പിന് കൊടുക്കുന്ന എക്സംഷനാണ് ഇന്ന് കാലിക്കറ്റിൽ നടന്ന ഗുണ്ടായിസം. ശരി, ഞാൻ നന്ദി ശ്രീ ആർ എസ് ശശികുമാർ, ശ്രീ ഹസൻ മുബാരക്, ശ്രീ ഷാബു പ്രസാദ് പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഗവർണർക്കെതിരായ നീക്കത്തിൽ സർക്കാർ വിജയിക്കുമോ? വിജയിക്കുമെന്ന് 14% പ്രേക്ഷകർ, വിജയിക്കില്ല എന്ന് 83%, നിഷ്പക്ഷം 3%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ പരിപാടി അറിയില്ല, നോക്കാം.